മഴയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഗാർഡനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കിയെടുക്കാം. അതിനു വേണ്ടിയുള്ള കുറച്ച് കെയറിംഗ് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓരോ ചെടിച്ചട്ടിയും ചെക്ക് ചെയ്യേണ്ട സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ചട്ടികളിൽ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഹോൾസ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ചെറിയ കമ്പി വെച്ചോ അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ അങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള ടൂൾസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആ ബ്ലോക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് നട്ടൊരു ചെടിയാണ്. ഈ ചെടിക്കകത്തും ഇതുപോലെ തന്നെ ഡ്രെയിനേജ് ഹോൾസ് എല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട്. റൂട്ട്സ് വന്ന് ഫില്ല് ചെയ്തിട്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ മഴക്കാലത്ത് മഴവെള്ളം വന്ന് വീഴുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ടായി പോവുകയുള്ളൂ. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഗാർഡന് തന്നെ ഒരു ഫ്രഷ് ഫീല് ഇത് കൊടുക്കും. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെടിച്ചട്ടിയിലൂടെ വെള്ളം പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രൂൺ ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സമയം തന്നെയാണ് മഴക്കാലം എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ചറിയാം, കുറച്ച് ചെടികളുണ്ട്, യുജീനിയ അതുപോലെ ബൊഗെയിൻവില്ല ഇങ്ങനെയുള്ള ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ധാരാളം തളിരിലകൾ ഇപ്പോൾ കിളിച്ചു വരും. അതുകൊണ്ട് പ്രൂണിങ്ങിന് നിങ്ങൾ ഏറ്റവും നല്ല സമയമായി മഴക്കാലത്തെ കണ്ട് കുറച്ച് ചെടികൾ പ്രൂൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മണ്ണിരയെന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. മാക്സിമം മണ്ണിരയെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കളക്ട് ചെയ്തെടുക്കുക. നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ലഭിക്കും. അതിനുശേഷം ഒരു ചെടിച്ചട്ടിയിൽ 1-2 മണ്ണിര ഇട്ട് കൊടുക്കാം. ഇത് സോയിലിനെ എയറേറ്റ് ചെയ്യും. അടുത്തതായി നമ്മൾ കെയർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, പല ചെടിച്ചട്ടികളുടെയും സെൻട്രൽ പോർഷനിൽ ചെറിയ ഹോൾസ് തന്നെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ധാരാളം വെള്ളം ഒഴിക്കുന്നതിലൂടെ സംഭവിക്കുന്നതാണ് ഇങ്ങനെ. അപ്പം നമ്മൾ കുറച്ച് മണ്ണിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ സൈഡിൽ കിടക്കുന്ന കരിയിലയും കാര്യങ്ങളുമൊക്കെ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. ഈ ഹോൾസ് സെൻറ്ററിൽ കിടന്നു കഴിഞ്ഞാൽ മഴവെള്ളം വീണ് അവിടെ നിന്നും റൂട്ട് അഴുകാനുള്ള ചാൻസസ് ഉണ്ട്. ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. ഇതിനായിട്ട് ഞാൻ പഴത്തൊലി ചെറുതായിട്ട് ഞുറുക്കിയിട്ട് ബോയിൽ ചെയ്ത വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഓർക്കിഡ് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ റൂട്ടിലേക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഴത്തൊലി, മുട്ടത്തോട്, അതുപോലെ തേയിലച്ചണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബൊഗെയിൻവില്ല അതുപോലെ വേറെ ഏതൊക്കെ ടൈപ്പ് ചെടികളുണ്ടോ അതിനെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടോ അതൊക്കെ നമുക്കിപ്പം ഈ റൈറ്റ് ടൈമിൽ തന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ മഴക്കാലത്ത് ഒരുപാട് ഇൻസെക്ട്സ് നമ്മുടെ ഗാർഡനിൽ നമ്മുടെ ചെടിയൊക്കെ നശിപ്പിക്കാനായിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാനൊന്ന് പ്രൂൺ ചെയ്ത ഒരു ചെടിയാണ്. ഈ ചെടിയുടെ തളിരിലകളെല്ലാം കഴിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ പച്ചവെട്ടിൽ വന്നിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ ഇലകളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ കഴിക്കുന്ന ഒരു ഇൻസെക്റ്റാണ്. ഇതിനെയൊക്കെ നമുക്ക് കൊന്നു കളയേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ചില കേസസ് ഇവയൊന്നും കൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെ പിടിക്കുന്നത്. ഇതുപോലത്തുള്ള ഇൻസെക്ട്സിനെയൊക്കെ കാണാൻ നമ്മുടെ കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ടെയ്നറിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഇൻസെക്ട്സിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് നാച്ചുറലായിട്ടുള്ള പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് കുറച്ച് വേപ്പില നിങ്ങൾ കളക്ട് ചെയ്യണം. അതുപോലെ കുറച്ച് ഓയിൽ, ദെൻ സോപ്പിൻ്റെ ലായനിയും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി വെക്കുക. ഈ പേസ്റ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ഒരു പരിധിവരെ ഇൻസെക്ട്സിൻ്റെ അറ്റാക്ക് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുകയില്ല. മഴക്കാലത്ത് ചെറിയ തൈകൾക്ക് നമ്മൾ നല്ല കെയർ കൊടുക്കണം, അല്ലെങ്കിൽ ധാരാളം വെള്ളം വീണ് ഈ ചെടികൾ നശിച്ചു പോകും. ഇതിപ്പോൾ അടീനത്തിൻ്റെ സീഡ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. ഒരുപാട് കിളിച്ച് വന്നായിരുന്നു ഈ ചെടിയെ. എന്നാൽ ധാരാളം വെള്ളം വീണ് കുറച്ച് തൈകളൊക്കെ ഇതിൻ്റെ നശിച്ചു പോയിട്ടുണ്ട്. എനിവേ അവസാനമായിട്ട് ടിപ്സ് ഒന്നുമല്ല കേട്ടോ പറയുന്നത്. ഈ പായൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മഴ സമയത്ത് നമുക്ക് ധാരാളം ലഭിക്കും. അങ്ങനെ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനും ഈ പായൽ വെച്ച് ഒരു കൊക്കഡോമ ചെയ്തു. കൊക്കഡോമ നിങ്ങൾ കാണുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഗാർഡനെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റും ഈ മഴക്കാലത്ത്. അതിനായിട്ട് ഈ ടിപ്സ് സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും എ സ്പെഷ്യൽ താങ്ക്സ്.